കല്യാണി മോൾ ഉള്ളതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് ആരെയും വിളിക്കേണ്ടി വന്നില്ല. ബ്യൂട്ടി പാർലറിൽ നിന്ന് ആളെ വിളിച്ചിരുന്നെങ്കിലേ ഇഷ്ടം പോലെ പൈസയും പോയനെ, ചേച്ചിയെ കോലം കെടുത്തേ ചെയ്തേനെ. അവരെ നമ്മുടെ ഇഷ്ടത്തിനല്ല, അവരുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യും. അതുകൊണ്ടാ ഞാൻ കല്യാണി തന്നെ വിളിക്കാൻ മതിയെന്ന് വാശി പിടിച്ചത്. ആ ശരിയാ, എങ്ങനെയുണ്ട്? ഞാൻ ഒരുമാതിരിയൊക്കെ നന്നായിട്ട് ഒരുക്കിയിരുന്നതാ. ഇനി ചേച്ചി കൂടുതൽ ഒരുക്കി കൊളാക്കരുത് കേട്ടോ. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഈ പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ കല്യാണ പെണ്ണിനൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് തിക്കും തിരക്കുമായിരിക്കും. അതിനു മുമ്പേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുത്ത് കളയാം. എന്താ? കിരണേ, എന്നേക്കാൾ 1-2 വയസ്സിന് മൂത്ത് തോന്നി. അപ്പൊ നിനക്ക് ഞാൻ ദക്ഷിണ തരും കേട്ടോ. അയ്യോ, അതൊന്നും വേണ്ടെന്നേ. അതൊക്കെ മൂത്തവർക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ. മൂത്തതാണെന്നല്ലേ പറഞ്ഞേ. ഒരു ദക്ഷിണ വാങ്ങുന്നോണ്ട് എന്താ കുഴപ്പം? ഒരു ദക്ഷിണ വാങ്ങിയിട്ടേ എന്റെ ചേച്ചി ഒന്ന് അനുഗ്രഹിച്ചേ. കാർത്തികെ, ദിലീപ് വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല. രാവിലെ ഒരുങ്ങിറങ്ങാനുള്ള തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ബന്ധുക്കളൊക്കെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കായിരിക്കും. ആകെ തിരക്കായിരിക്കും. എന്നാലും പുറപ്പെടുന്നതിന് മുൻപ് ഒന്ന് വിളിക്കാം. ഹലോ ഹലോ, കിരൺ സാറല്ലേ? അതെ, ഞാൻ ദിലീപിന്റെ ഫ്രണ്ടാ. ഇന്നലെ അവിടെ വന്നില്ലേ ശരത്ത്? എന്താ? കിരൺ സാർ കാർത്തിക അടുത്താണ് നിൽക്കുന്നെങ്കിൽ പുറത്തേക്കൊന്ന് മാറി നിൽക്കാമോ? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി ശരി. ആരാ കിരണേട്ടാ? എന്റെ ഒരു ഫ്രണ്ടാ, ഞാനിപ്പോ വരാം. കിരൺ സാറിന്റെ മുഖം കണ്ടിട്ട് അത്ര ഭംഗിയല്ലല്ലോ. അതാ ഞാനും ആലോചിച്ചേ. എന്താ വിളിച്ചേ? ഒരു ചെറിയ കുഴപ്പമുണ്ട് ചേട്ടാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്. ദിലീപിന്റെ അച്ഛന് ഒരു അറ്റാക്ക് ഉണ്ടായി. ഇന്നലെ രാത്രി കിടന്നതാ. രാവിലെ ആയിട്ട് എണീറ്റില്ല. ഇപ്പൊ ഇങ്ങനെയുണ്ട്. അത് പിന്നെ ആളെ ഇവിടെ കൊണ്ടുവരുമ്പോ തന്നെ ചലനമില്ലായിരുന്നു. ഇപ്പൊ കൺഫേം ചെയ്തു, ആള് പോയി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇന്ന് ചടങ്ങ് നടക്കത്തില്ലല്ലോ. അതുകൊണ്ടാ പെട്ടെന്ന് വിളിച്ചത്. എങ്ങനെയെങ്കിലും കാർത്തികയെ വിവരം അറിയിക്കണം. ഞാനിത് എങ്ങനെ കാർത്തികയോട് പറയും? ദിലീപ് ആകെ അപ്സെറ്റാ. മൊത്തത്തിലെല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയില. അതുകൊണ്ടാ കിരൺ സാറിനെ വിളിച്ച് വിവരം അറിയിച്ചത്. ശരി, അറ്റാക്ക് തന്നെ ആണല്ലോ അല്ലെ? കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇനി അതേപ്പറ്റി സംസാരിക്കത്തേ ഉള്ളൂ. ശരി, ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവിടെ സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി ഇത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തല്ലേ പറ്റൂ. ഞാൻ നോക്കിക്കോളാം. ശരി കിരൺ സാറേ. നന്നായി വരും മോളെ. മരിക്കുന്നതിന് മുമ്പ് എന്തായാലും മോളുടെ കല്യാണം കാണാൻ എനിക്ക് കഴിയുമല്ലോ. ഇന്നത്തെ പെൺകുട്ടികൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് തീരുമാനിക്കരുത് കേട്ടോ. 4-5 കുഞ്ഞുങ്ങളെ പ്രസവിക്കണം. പിള്ളേരൊക്കെ വീടിനകത്ത് ഓടിക്കളിക്കട്ടെന്ന്. അതേ നിൽക്കുന്ന 2 കുഞ്ഞുങ്ങൾക്കൊക്കെ 2-3 വയസ്സ് കഴിഞ്ഞ് ഇനി അടുത്തത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ അങ്ങനെ നിൽക്കൊന്നുമല്ല. കിരണേട്ടൻ പറഞ്ഞു കല്ലുമോനെ കളിക്കാൻ ഒരു വാവ കൂടി വേണമെന്ന്. അല്ല, ഒന്നാക്കുന്ന എന്തിനാ? ഒരു 4-5 പേരും കൂടി ആയാൽ എന്താ കുഴപ്പം? എന്താ അവിടെ മാറി നിൽക്കുന്നത്? ആരെ ഇപ്പൊ വിളിച്ചേ? അത് പിന്നെ ഇറങ്ങാറായെന്ന് ചോദിച്ചിട്ട് ഒരു ചേട്ടൻ വിളിച്ചതാ. കിരണി കൊണ്ട് വാ, ദക്ഷിണ തരാം. അയ്യോ കാർത്തിക്, അത് വേണ്ട. അല്ല മോനെ, 1-2 വയസ്സിന് മൂത്തതാണെന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ വാങ്ങിയാലെന്താ? അത് ശരിയാവില്ല മുത്തശ്ശി. അതെന്താ ശരിയാവാത്ത? മോള് പറഞ്ഞല്ലേ കിരൺ, വാ വന്ന് വാങ്ങിക്കേ. ചെല്ലാ. അല്ല, അവനെവിടെ പോയി കിടക്കുന്ന ആ പ്രകാശൻ? അച്ഛൻ പുറത്തു പോണ്ട്. ഇനി ദക്ഷിണ കൊടുക്കാനുള്ളവർക്കൊക്കെ മണ്ഡപത്തിൽ വെച്ച് കൊടുത്താൽ മതി. ദേ ഞാൻ എന്താ വരുന്നു. നേരത്തെയുള്ള സന്തോഷമൊന്നും കിരണിന്റെ മുഖത്തില്ലല്ലോ. അതെ അതെ. ആരോ വിളിച്ച ശേഷം മൊത്തത്തിലൊരു ടെൻഷൻ ഉണ്ട്. ഞാൻ എന്താണെന്നൊന്ന് ചോദിക്കട്ടെ. എന്താ കിരണേട്ടാ? കിരണേട്ടൻ എന്തോ പറ്റിയല്ലോ. നീ എന്തിനാ കല്യാണി എന്നെ കൊണ്ട് ദക്ഷിണ വാങ്ങിപ്പിച്ചത്? അതുകൊണ്ട് എന്താ കുഴപ്പം? കിരണേട്ടൻ 1-2 വയസ്സ് മൂത്തതല്ലേ? ഈ കല്യാണം നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോഴാണ് എന്നെ കൊണ്ട് ദക്ഷിണ വാങ്ങിപ്പിച്ചത്. എന്താ കിരണേട്ടൻ പറഞ്ഞേ? കല്യാണം നടക്കില്ലെന്നോ? നടക്കില്ല. ഇതിനിടയിൽ വലിയൊരു സങ്കടം ഉണ്ടായി. എന്താ കിരണേട്ടാ? ദിലീപിന്റെ അച്ഛൻ മരിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. രാവിലെ ചെന്ന് വിളിച്ചപ്പോ ഒരനക്കമില്ല. ഇപ്പോ ആള് ഹോസ്പിറ്റലില്ല. ഡോക്ടർമാര് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയ്യോ കിരണേട്ട, അവിടെ സന്തോഷം കണ്ടില്ലേ? അയ്യോ, എങ്ങനെ ചേച്ചിയോട് പറയാ? പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ സാവകാശം പറയണം. ഇത് വല്ലാത്തൊരു ഷോക്കായി പോയി. ദിലീപേട്ടൻ വിളിച്ചായിരുന്നോ? ഇല്ല, ദിലീപിന്റെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. ഇന്നലെ അവരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. ഒരുപാട് സാഹസപ്പെട്ടതാ ഈ കല്യാണം നടക്കാൻ വേണ്ടി. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ കിരണേട്ട. നീ കാർത്തിക് പെട്ടെന്ന് വിവരം അറിയിക്കണ്ട. എന്തായാലും നമുക്ക് അവളോട് പറഞ്ഞേ പറ്റൂ. അവിടെ ബാക്കി എല്ലാവരോടും ഞാൻ ഈ വിവരം ഒന്ന് പറയട്ടെ. ഒരുക്കങ്ങളൊക്കെ നിർത്തിവെക്കാനും പറയണം. നീ പറഞ്ഞതനുസരിച്ച് കാട്ടിനകത്ത് ശുദ്ധമായ തേൻ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് അവിടെ വന്ന് ആൾക്കാർ ചെറിയ വിലക്കാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് നാടൻ തേനാണെന്ന് പറഞ്ഞ് നീ കാർത്തിക ഫുഡ്സ് വഴി വിറ്റഴിച്ചാൽ നിനക്ക് കുറച്ചുകൂടി ലാഭം കിട്ടും. അത് വലിയൊരു ബിസിനസ് ആക്കി മാറ്റുവാനും കഴിയും. കാലണ ചെലവില്ലാതെയാണ് വലിയൊരു പരസ്യം കിട്ടാൻ പോകുന്നത്. കിരൺ സാറും കല്യാണിയും കാർത്തികയും ലക്ഷ്മിയമ്മയും ഒക്കെ ആരെയെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തില. നിന്നെയും നിന്റെ പെണ്ണിനെയും അവർ ഏറ്റെടുത്തിരിക്കുക. അതൊരു ചെറിയ കാര്യമല്ല. എന്താ സാറേ മുഖത്തൊരു വിഷമം പോലെ? അത് പിന്നെ ഒരു വിഷയമുണ്ട്. ദിലീപിന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. ദിലീപിന്റെ അച്ഛന് ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞത്. ആള് പോയി. ഈ കല്യാണം നടക്കില്ല. ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആയി പോയല്ലോ സാറേ. കാർത്തിക അറിഞ്ഞോ? ഇല്ല, കല്യാണിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം അച്ഛനൊന്ന് വിളിക്കണം. എന്നിട്ട് വിവരം പറയണം. കാർത്തികേച്ചി അറിയുമ്പോ വലിയ വിഷമമല്ലോ സാറേ. വലിയ പ്രതീക്ഷയിലാണ് വിവാഹത്തിന് പുറപ്പെടാൻ അവർ കാത്തു നിൽക്കുന്നത്. ഇത് വല്ലാത്തൊരു വിധിയായി പോയി. കല്യാണ വീട് പെട്ടെന്നാണ് ഒരു മരണ വീടായി മാറിയത്. ഇനി ഈ കല്യാണം നടക്കുമെന്ന് പോലും അറിയത്തില്ല. ദിലീപിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ശക്തമായ എതിർപ്പുകളുണ്ടാവും. ഇനിയിപ്പോ വരുന്ന പോലെ വരട്ടെ. ഞാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞില്ലേ ഈ വിവാഹം നടക്കില്ലെന്ന് ഞാൻ സ്വപ്നം കണ്ടതായിട്ട്. അതുപോലെ തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. എന്നാലും വല്ലാത്തൊരു വിധിയായി പോയി. അങ്ങനെ ഒരാൾ കൂടി പോയല്ലേ? അതെ. ഇതിന്റെ പിന്നിലും ഗംഗാപ്രസാദ് ആയിരിക്കും. കൃത്യം നടക്കുന്ന സമയത്ത് ദിലീപ് അവിടെ ഇല്ലെന്നാ പറഞ്ഞ. ആ നേരത്തെ അവനകത്ത് കയറി ദിലീപിന്റെ അച്ഛനെ കൊന്നതായിരിക്കും. എന്നിട്ട് അത് അറ്റാക്കായിട്ട് പറയുന്നതായിരിക്കും.
ഒന്നും അറിയില്ല ചന്ദ്രേട്ട. അങ്ങനെ വന്ന ആ കൊലപാതകത്തിന് കാരണം കാർത്തികയാണെന്ന് ദിലീപിന്റെ വീട്ടുകാർ പറയും. ദിലീപിന്റെ അമ്മയ്ക്കൊക്കെ ഈ വിവാഹത്തോട് വലിയ എതിർപ്പായിരുന്നു. അങ്ങനെ അവര് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഒരു ഭീഷണിയില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നില്ലാതെ ഉണ്ടാവുന്നത്. ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കഷ്ടമാണ് കാർത്തികയുടെ കാര്യം. കല്യാണം വേണ്ടെന്ന് പ്രതിജ്ഞ എടുത്ത് നിന്നിരുന്ന പെൺകുട്ടിയാണ്. നമ്മൾ എല്ലാവരും കൂടെ അവളെ വിവാഹത്തിലേക്ക് നയിച്ചത്. ഇനി ആ ബന്ധം നടന്നില്ലെങ്കിൽ വലിയ കഷ്ടമുണ്ട് ചന്ദ്രേട്ട. നാട് എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ പെൺകുട്ടികളുടെ ജാതകദോഷവും സ്വഭാവദോഷവുമായിട്ട് ആളുകൾ ചിത്രീകരിക്കും. പ്രത്യേകിച്ച് പഴയ ആൾക്കാര്. അങ്ങനെ വന്നാല് പെട്ടെന്നൊന്നും വിവാഹം നടക്കില്ല. ലക്ഷ്മിയമ്മയെ ഒന്ന് വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. വിളിച്ചിട്ട് എന്ത് പറയാനാ ഞാൻ? കല്യാണിയൊക്കെ വലിയ സങ്കടത്തില. കഷ്ടമെന്നേ പറയാൻ പറ്റും. നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? എന്താ ചേച്ചി ഇവിടെ എല്ലാവർക്കും പറ്റിയത്? എല്ലാവരുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. അത് തന്നെ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും അതാ ചോദിക്കാനുള്ളേ. എന്തു വെച്ച് കാതു? എനിക്കൊന്നും അറിയില്ലമ്മേ. കുറച്ചു മുമ്പ് ഞാൻ നോക്കിയപ്പോ കല്യാണി കരയുന്നു. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് മുഖം തുടച്ചു. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അവൾ ഇന്നത്തെ ദിവസം കരയണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിരിക്കണമല്ലോ. കാർത്തികേച്ചി ഒരുക്കിയിട്ട് സന്തോഷത്തോടെ നിൽക്കുമായിരുന്നു. കല്യാണ സ്ഥലത്തേക്ക് പുറപ്പെടേണ്ട സമയമില്ലേ? ആ സമയമായി വരുന്നു. ആ ഫോൺ അറ്റൻഡ് ചെയ്ത മുതലാ കിരൺ സാറിന്റെ മുഖത്ത് മാറ്റം ഞാൻ ശ്രദ്ധിച്ചേ. അതിനുശേഷം എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. ഇനി പയ്യനും കൂട്ടരും കല്യാണത്തിന് വരില്ലെന്നോ മറ്റോ പറഞ്ഞോ? എന്താ അമ്മേ പറയുന്നേ? ദിലീപേട്ടനെ പോലെ ഒരാൾ അങ്ങനെ പറയോ? ഇന്നലെ രാത്രി എത്ര സന്തോഷത്തോടെ ദിലീപേട്ടൻ പോയത്. ഇനി ഗംഗാപ്രസാദ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെന്ന എന്റെ പേടി.